ഒരു ഓഞ്ഞ ഡയലോഗും കൊണ്ടാണ് ഓരോരുത്തർക്ക്. അതായത് ലൈഫിൽ ഒരാണിനെ പറ്റിക്കാൻ ഒരു പെണ്ണിനെ കൊണ്ടേ സാധിക്കുമെന്നുള്ള എന്ത് കോഞ്ഞ ഡയലോഗിക്ക്. ഒരാണിനെയും പറ്റിക്കാനും ജീവിതം തകർക്കാനും ഒരു പെണ്ണിനും പറ്റില്ല. ലൈഫിൽ ആണായിട്ട് നിൽക്കണം, പെണ്ണിൻ്റെ അടിമയായിട്ട് നിൽക്കരുത്, ഈക്വലിനും നിൽക്കരുത്. ഈക്വലിസം എന്ന് പറഞ്ഞ പരിപാടി നടക്കൂല. ആണുങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് പെണ്ണുങ്ങൾ നടക്കുക, അല്ലടാ. അപ്പം വേണ്ടത് ഈ കോഞ്ഞ ഡയലോഗെല്ലാം മാറ്റിയെടുക്കുക. എന്നിട്ട് ലൈഫിൽ ആണായിട്ട് ജീവിക്കുക. ആണും പെണ്ണും കെട്ടവനായിട്ട് ജീവിച്ചിട്ട് ഈ കോഞ്ഞ ഡയലോഗ് ഒരുത്തം താടിയെല്ലാം വളർത്തി വല്ലാതെ ഭ്രാന്തൻ്റെ തൊട്ടെന്നായിട്ട് നടത്തിയിട്ട് ഭ്രാന്തനെ പോലെ നടന്നിട്ട് ഓൻ്റെ ലൈഫ് പോകാൻ കാരണം ഒരു പെണ്ണാണ്. ഒരു ലൈഫിൽ പ്രണയമായിക്കോട്ടെ എന്തായിക്കോട്ടെ, എന്ത് മത്തങ്ങാ തലയായാലും ലൈഫിൽ തുടർന്നു പോകാൻ പറ്റില്ലെങ്കിൽ ഹാഫൊന്ന് കട്ടാക്കിയിട്ട് മാറ്റിക്കളാം. ഓക്കെ, ആ ജീവിതത്തിൽ എവിടുന്നാണ് ഒന്നിച്ചു പോകാൻ പറ്റൂല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നത്, ആ സമയത്ത് ലൈഫിൽ നിന്ന് ഒഴിവായിക്കളി. കൊല്ലണമെന്നല്ല പറയുന്നത്. ചില ആളുണ്ട് ലൈഫൊന്ന് ഒഴിവായിക്കളെന്ന് പറഞ്ഞാൽ അത് തട്ടിക്കളയെന്നുള്ള മറ്റേ ചിന്ത, അതല്ല പറഞ്ഞത്. ലൈഫിൽ നിന്ന് നല്ല നിലയിൽ രണ്ട് വ്യക്തിക്ക് തമ്മിൽ തുടർന്ന് പോകാൻ പറ്റുന്നില്ല. എല്ലാം പ്രണയിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഓള് ഇത് ബ്രേക്കപ്പ് അങ്ങനത്തെ എന്താ മത്താപ്പോ ജീവിതത്തിൽ വന്നു വിചാരിച്ചോ, നമ്മൾ ഇത് ഒറിജിനൽ പ്രണയം കാര്യമില്ലായിരിക്കും. ചിലപ്പോൾ ഓക്കും ചിലപ്പോൾ ആ സമയത്ത് നല്ല ഒറിജിനൽ പ്രണയമില്ലായിരിക്കും. കാരണം പ്രണയം ഫസ്റ്റ് പ്രണയം ഇതെല്ലാം വരുമല്ലോ, എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പ്രണയമല്ല. അത് കേൾക്കുവാനും കാണാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അവർക്ക് തന്നെ തോന്നും ഇത് വേണ്ടെന്നുള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ രണ്ടാളും ഉറപ്പിച്ച് തീരുമാനം എടുത്തോളൂ. അല്ലാണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് മറ്റേ ലൈഫ്, മറ്റേക്ക് വേണ്ടി ഇങ്ങയുടെ ലൈഫ്, അങ്ങനെ ഒരു ലൈഫിനെ ഒന്നും കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ ലൈഫാണുള്ളൂ ഏതൊരു വ്യക്തിക്കും. അത് ചിന്തിച്ച് നന്നായിട്ട് തീരുമാനിച്ചിട്ട് ഇറങ്ങിയിട്ട് മുന്നോട്ട് നടന്നാൽ ഓക്കെ. അല്ലാണ്ട് പാവപ്പെട്ട ഒരു പെണ്ണിനെ അല്ലെങ്കിൽ പാവപ്പെട്ടൊരാണായാലും അത് എൻ്റെ ലൈഫിന് കാരണം ഈ ആണ, എൻ്റെ ലൈഫിന് കാരണം ഈ പെണ്ണ, രണ്ടാളങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പരാതിയും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാർത്തിയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നിങ്ങളെ ലൈഫ് ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. കാരണം ജീവിതം ഒരു പരീക്ഷണമാണ്. അതൊന്ന് നായായിട്ട് തുടർന്ന് പോകണോ എല്ലാം നരിയായിട്ട് നേരിട്ടിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് ഓരോ വ്യക്തികളും ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നമായിട്ടോ. നായായിട്ട് മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ ഭയങ്കര പ്രണയം കാര്യമായിട്ട് അത് ഒഴിഞ്ഞു പോയാൽ താടി വളർത്തി ഭ്രാന്തനായി ഒരു കോലത്തിന് നടക്കുന്നുണ്ടല്ലോ, അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. സംജാ.